എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു വീടിൻ്റെ സൗന്ദര്യം അതിൻ്റെ ഭിത്തികളിലോ അലങ്കാരങ്ങളിലോ മാത്രമല്ല, ആ വീട്ടിലേക്ക് പ്രവേശിക്കുന്ന ഊർജത്തിൻ്റെ സ്വഭാവത്തിലുമാണ് നിലനിൽക്കുന്നത് എന്ന് ഭാരതീയ വാസ്തുശാസ്ത്രം വ്യക്തമാക്കുന്നു. ഒരു വീട്ടിൽ സമാധാനവും സന്തോഷവും ഐശ്വര്യവും നിറഞ്ഞു നിൽക്കണമെങ്കിൽ ആ വീടിൻ്റെ പ്രധാന വാതിൽ അത്യന്തം ശുദ്ധവും ശക്തവുമായ ഊർജ കേന്ദ്രമായിരിക്കണം എന്നതാണ് പുരാതന ഗ്രന്ഥങ്ങൾ പറയുന്നത്. കാരണം ഒരു വീട്ടിലേക്ക് ദൈവിക ഊർജം, സമ്പത്ത്, സൗഭാഗ്യം, നല്ല വാർത്തകൾ, അനുഗ്രഹങ്ങൾ എന്നിവ കടന്നു വരുന്ന ആദ്യ കവാടം പ്രധാന വാതിലാണ്. അതുകൊണ്ട് തന്നെ പ്രധാന വാതിലിനെ വെറുമൊരു പ്രവേശന മാർഗമായി മാത്രം കാണാതെ വീടിൻ്റെ ഭാഗ്യദ്വാരമായി കണക്കാക്കുന്നു. ഇന്നത്തെ കാലഘട്ടത്തിൽ പല വീടുകളിലും ആഡംബരവും ആകർഷകത്വവും വർദ്ധിച്ചിട്ടുണ്ടെങ്കിലും മനസമാധാനക്കുറവും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും കുടുംബ പ്രശ്നങ്ങളും വർദ്ധിക്കുന്നതായി കാണാം. പലരും അതിന് കാരണം ജീവിതത്തിലെ സമ്മർദ്ദങ്ങളാണെന്ന് കരുതുമ്പോൾ വാസ്തുശാസ്ത്രം അതിന് മറ്റൊരു ദർശനം നൽകുന്നു. വീടിൻ്റെ പ്രവേശന കവാടത്തിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ ദോഷങ്ങൾ പോലും വീട്ടിലെ പോസിറ്റീവ് ഊർജത്തെ തടസ്സപ്പെടുത്തുകയും അതുവഴി ഐശ്വര്യത്തിൻ്റെ ഒഴുക്ക് കുറയ്ക്കുകയും ചെയ്യുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. അതിനാൽ വീടിൻ്റെ പ്രധാന വാതിലിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വളരെ ഗൗരവത്തോടെ കാണപ്പെടുന്നു. ഒരു വ്യക്തി ആദ്യമായി ഒരു വീട്ടിലേക്ക് കടക്കുമ്പോൾ അയാൾക്ക് ലഭിക്കുന്ന ആദ്യ അനുഭവം പ്രധാന വാതിലിൽ നിന്നാണ് രൂപപ്പെടുന്നത്. അതുപോലെ തന്നെയാണ് ദൈവിക ഊർജത്തിൻ്റെ സ്ഥിതിയും. ശുചിത്വമില്ലാത്തതും ഇരുട്ടുപിടിച്ചതുമായ ഒരു വാതിൽപ്പടി നെഗറ്റീവ് സ്പന്ദനങ്ങൾ സൃഷ്ടിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. മറുവശത്ത് ശുഭചിഹ്നങ്ങളാൽ അലങ്കരിക്കപ്പെട്ടതും പ്രകാശം നിറഞ്ഞതുമായ ഒരു പ്രവേശന കവാടം സമൃദ്ധിയുടെയും സമാധാനത്തിൻ്റെയും പ്രതീകമാകുന്നു. പഴമക്കാർ വീടുകൾ നിർമ്മിക്കുമ്പോൾ പ്രധാന വാതിലിൻ്റെ ദിശ, ഉയരം, വീതി, അതിൻ്റെ മുന്നിലെ സാഹചര്യം, വാതിൽ തുറക്കുന്ന ശബ്ദം വരെ സൂക്ഷ്മമായി പരിശോധിച്ചിരുന്നു. കാരണം ഓരോ ഘടകത്തിനും മനുഷ്യജീവിതവുമായി ആത്മീയ ബന്ധമുണ്ടെന്ന് അവർ കരുതിയിരുന്നു. ഇന്നത്തെ തലമുറയിൽ പലരും ഇത്തരം വിശ്വാസങ്ങളെ അന്ധവിശ്വാസമായി മാത്രം കാണുമ്പോഴും മനഃശാസ്ത്രപരമായി നോക്കുമ്പോൾ പോലും വൃത്തിയും ക്രമവും പ്രകാശവും നിറഞ്ഞ ഒരു പ്രവേശന കവാടം മനുഷ്യൻ്റെ മനസ്സിൽ ആത്മവിശ്വാസവും സന്തോഷവും സൃഷ്ടിക്കുന്നു എന്നതാണ് സത്യം. വാസ്തുശാസ്ത്രം ഒരു മതപരമായ ആശയം മാത്രമല്ല, മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ഊർജ്ജ സമത്വം നിലനിർത്താനുള്ള ഒരു ജീവിത രീതിയാണ്. അതുകൊണ്ട് പ്രധാന വാതിലിനെ കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ വെറും ആചാരങ്ങളായി മാത്രം കാണാതെ വീട്ടിലെ അന്തരീക്ഷത്തെ ശുദ്ധവും പോസിറ്റീവുമായ നിലയിൽ നിലനിർത്താനുള്ള മാർഗങ്ങളായി കാണേണ്ടതുണ്ട്. ഒരു ചെറിയ മാറ്റം പോലും വീട്ടിലെ ഊർജത്തിൽ വലിയ വ്യത്യാസം സൃഷ്ടിക്കുമെന്ന ആശയം തന്നെയാണ് ഈ വിഷയത്തിൻ്റെ പ്രാധാന്യം. ഒരു വീട്ടിൽ സമ്പത്ത് വർദ്ധിക്കാനും കുടുംബാംഗങ്ങൾ തമ്മിൽ ഐക്യം നിലനിൽക്കാനും ആരോഗ്യ പ്രശ്നങ്ങൾ കുറയാനും മനസമാധാനം നിലനിൽക്കാനും വീടിൻ്റെ പ്രധാന വാതിലിന് വലിയ പങ്കുണ്ടെന്ന് വാസ്തുശാസ്ത്രം വിശദീകരിക്കുന്നു. അതുകൊണ്ട് തന്നെ പ്രധാന വാതിൽ എങ്ങനെയായിരിക്കണം, എന്തൊക്കെ ഒഴിവാക്കണം, എന്തൊക്കെ ചേർക്കണം എന്നതിനെക്കുറിച്ച് നിരവധി നിർദ്ദേശങ്ങൾ പുരാതന കാലം മുതലേ പ്രചരിച്ചു വരുന്നു. ഈ വിവരണത്തിൽ, ഈ ഒരു റീഡിങ്ങിൽ പ്രധാന വാതിലുമായി ബന്ധപ്പെട്ട വാസ്തുശാസ്ത്ര നിർദ്ദേശങ്ങളും വീടിൻ്റെ ഐശ്വര്യത്തെയും സമാധാനത്തെയും സ്വാധീനിക്കുന്ന ഘടകങ്ങളും പഴമക്കാർ പിന്തുടർന്നിരുന്ന ആത്മീയ ആചാരങ്ങളുടെ പിന്നിലെ വിശ്വാസങ്ങളും വിശദമായി ഞാൻ പരിശോധിക്കുന്നുണ്ട്. ഒരു ചെറിയ മാറ്റം പോലും വീടിൻ്റെ അന്തരീക്ഷത്തിൽ എത്ര വലിയ സ്വാധീനം ചെലുത്തുമെന്നതിനെക്കുറിച്ചുള്ള ആഴത്തിലുള്ള മനസ്സിലാക്കലാണ് ഈ വിഷയത്തിൻ്റെ ഹൃദയം. പ്രധാന വാതിലിൻ്റെ ആത്മീയ പ്രാധാന്യം. എന്നാൽ ഒരു വീടിൻ്റെ പ്രധാന വാതിൽ വെറും മരപ്പാളികളാൽ നിർമ്മിച്ച ഒരു കവാടമല്ല. വാസ്തുശാസ്ത്രത്തിൻ്റെ കാഴ്ചപ്പാടിൽ അത് ആ വീട്ടിലെ ജീവശക്തി പ്രവേശിക്കുന്ന ദ്വാരമാണ്. ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ ഹൃദയത്തിന് എത്ര പ്രാധാന്യമുണ്ടോ അത്രയും പ്രാധാന്യമാണ് വീടിൻ്റെ പ്രധാന വാതിലിനും നൽകപ്പെടുന്നത്. കാരണം വീടിനുള്ളിലെ അന്തരീക്ഷം, അവിടെ താമസിക്കുന്നവരുടെ മാനസികാവസ്ഥ, സാമ്പത്തിക പുരോഗതി, കുടുംബ ഐക്യം എന്നിവയെല്ലാം ഈ പ്രവേശന കവാടത്തിൻ്റെ ഊർജവുമായി തന്നെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. പുരാതന കാലത്ത് രാജഭവനങ്ങളുടെയും ക്ഷേത്രങ്ങളുടെയും പ്രധാന കവാടങ്ങൾ അതീവ ശ്രദ്ധയോടെ നിർമ്മിച്ചിരുന്നതായി ചരിത്രത്തിൽ കാണാം. അവിടങ്ങളിൽ അലങ്കാരങ്ങളും ശുഭചിഹ്നങ്ങളും വിളക്കുകളും സ്ഥാപിച്ചിരുന്നതിന് പിന്നിൽ വെറും സൗന്ദര്യബോധമല്ല, ദൈവിക ഊർജത്തെ ആകർഷിക്കാനുള്ള ആശയവും ഉണ്ടായിരുന്നു. ഈ വിശ്വാസം പിന്നീട് സാധാരണ വീടുകളിലേക്കും വ്യാപിച്ചു.
ഒരു വീടിൻ്റെ വാതിൽ തുറക്കുമ്പോൾ അനുഭവപ്പെടുന്ന അന്തരീക്ഷം വളരെ പ്രധാനമാണ്. വൃത്തിയില്ലാത്തതും ചിതറിക്കിടക്കുന്ന വസ്തുക്കളാലും നിറഞ്ഞതുമായ ഒരു വാതിൽപ്പടി മനസ്സിൽ പോലും ഒരു അസ്വസ്ഥത സൃഷ്ടിക്കുന്നു. മറുവശത്ത് വൃത്തിയും പ്രകാശവും നിറഞ്ഞ ഒരു വാതിൽപ്പടി മനസ്സിൽ സമാധാനം നൽകുന്നു. വാസ്തുശാസ്ത്രം ഈ അനുഭവത്തെ ഊർജത്തിൻ്റെ ഭാഷയിലാണ് വിശദീകരിക്കുന്നത്. പ്രധാന വാതിലിൻ്റെ സ്ഥാനം, വലിപ്പം, അതിൻ്റെ ചുറ്റുപാടുകൾ, അവിടെ നിൽക്കുന്ന ശുചിത്വം, ഉപയോഗിക്കുന്ന നിറങ്ങൾ എന്നിവയെല്ലാം പോസിറ്റീവ് സ്പന്ദനങ്ങളെ സ്വാധീനിക്കുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു. പ്രത്യേകിച്ച് വീടിൻ്റെ പ്രധാന വാതിൽ എപ്പോഴും തുറന്ന മനസ്സിൻ്റെയും സ്വീകരണത്തിൻ്റെയും പ്രതീകമായിരിക്കണം. കാരണം സന്തോഷവും സമൃദ്ധിയും സ്വീകരിക്കാൻ തയ്യാറായിരിക്കുന്ന ഒരു മനോഭാവത്തിൻ്റെ പ്രതിഫലനമാണ് ശുദ്ധമായ പ്രവേശന കവാടം. പല വീടുകളിലും സാമ്പത്തിക പ്രശ്നങ്ങൾ നിരന്തരം ഉണ്ടാകുന്നതും വീട്ടിൽ സമാധാനം കുറയുന്നതും ചെറുതും വലുതുമായ വഴക്കുകൾ വർദ്ധിക്കുന്നതും ചിലർ വാസ്തുദോഷവുമായി ബന്ധിപ്പിക്കുന്നു. അതിൽ പ്രധാനമായും ശ്രദ്ധിക്കപ്പെടുന്നത് പ്രവേശന കവാടത്തിലെ പ്രശ്നങ്ങളാണ്. പ്രധാന വാതിലിന് മുന്നിൽ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടുന്നത്, ഇരുട്ട് നിറഞ്ഞിരിക്കുക, പൊട്ടിയ വാതിലുകൾ, കരകര ശബ്ദം കേൾക്കുക എന്നിവ നെഗറ്റീവ് ഊർജ്ജത്തെ ആകർഷിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. വാതിൽ തുറക്കുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദത്തിന് പോലും വാസ്തുശാസ്ത്രം പ്രാധാന്യം നൽകുന്നു എന്നതാണ്. ഒരു വാതിൽ കരകര ശബ്ദത്തോടെ തുറക്കുമ്പോൾ അത് വീട്ടിലെ സമാധാനത്തെ ബാധിക്കുന്നു, നെഗറ്റീവ് സ്പന്ദനങ്ങളുടെ സൂചനയായി കണക്കാക്കപ്പെടുന്നു. അതുകൊണ്ട് തന്നെ പഴമക്കാർ ഇടയ്ക്കിടെ വാതിലുകളുടെ ഹിഞ്ചുകൾ എണ്ണയിട്ട് മൃദുവായി പ്രവർത്തിക്കുന്നുവെന്ന് ഉറപ്പിക്കാറുണ്ടായിരുന്നു. പ്രധാന വാതിലിൻ്റെ വലിപ്പവും അതിൻ്റെ ശക്തിയും വീടിൻ്റെ ഐശ്വര്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് പറയപ്പെടുന്നു. വീടിൻ്റെ മറ്റു വാതിലുകളെക്കാൾ അല്പം വലുതും ഉറപ്പുള്ളതുമായിരിക്കണം പ്രധാന വാതിൽ. കാരണം അത് വീടിൻ്റെ പ്രൗഢിയുടെയും സുരക്ഷയുടെയും പ്രതീകമാണ്. ഒരു ശക്തമായ വാതിൽ വീട്ടിലെ സ്ഥിരതയെയും ആത്മവിശ്വാസത്തെയും പ്രതിനിധീകരിക്കുന്നു. വീടിൻ്റെ മുന്നിൽ വലിയ തടസ്സങ്ങൾ ഉണ്ടാകുന്നത് പലരും ഒഴിവാക്കാറുണ്ട്. പ്രധാന വാതിലിന് നേരെ ഒരു വലിയ മരമോ തൂണോ ഉണ്ടെങ്കിൽ അത് വീട്ടിലേക്ക് വരുന്ന പോസിറ്റീവ് ഊർജ്ജത്തിൻ്റെ ഒഴുക്ക് തടസ്സപ്പെടുത്തുമെന്നാണ് വിശ്വാസം. അതിനു പിന്നിൽ മനഃശാസ്ത്രപരമായ കാരണവും കാണാം. ഒരു തുറന്ന പ്രവേശന കവാടം വിശാലതയും സ്വാതന്ത്ര്യവും നൽകുമ്പോൾ തടസ്സങ്ങൾ നിറഞ്ഞ പ്രവേശനം മനസ്സിൽ ഒരു ഭാരവും സൃഷ്ടിക്കും. വീട്ടിൽ പ്രവേശിക്കുന്നവർ ആദ്യം കാണുന്നത് പ്രധാന വാതിലാണ്. അതിനാൽ അതിൻ്റെ ഭംഗിയും ശുചിത്വവും ആ വീട്ടിലെ ആളുകളുടെ ജീവിത രീതിയെയും സംസ്കാരത്തെയും പ്രതിഫലിപ്പിക്കുന്നു. വാതിലിന് സമീപം ചിതറിക്കിടക്കുന്ന ചെരുപ്പുകൾ, പൊടിപിടിച്ച ഭിത്തികൾ, ഇരുണ്ട അന്തരീക്ഷം എന്നിവ വീടിൻ്റെ സമാധാനത്തെയും ഐശ്വര്യത്തെയും ബാധിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. വാസ്തുശാസ്ത്രം പറയുന്ന പല കാര്യങ്ങളും ആത്മീയതയും ജീവിതക്രമവും തമ്മിലുള്ള ഒരു സംയോജനമാണ്. ഒരു വ്യക്തി തൻ്റെ വീടിനെ ആദരവോടെ പാലിക്കുമ്പോൾ അതിലൂടെ അവൻ്റെ മനസ്സിലും ഒരു പോസിറ്റീവ് മാറ്റമുണ്ടാകുന്നു. വീടിൻ്റെ വാതിൽ വൃത്തിയായി സൂക്ഷിക്കുക, ദിവസേന വാതിൽപ്പടി ശുചിയാക്കുക, സന്ധ്യയ്ക്ക് വിളക്ക് തെളിയിക്കുക തുടങ്ങിയ കാര്യങ്ങൾ മനുഷ്യൻ്റെ മനസ്സിൽ ശാന്തിയും പ്രത്യാശയും വളർത്തുന്നു. പല വീടുകളിലും സന്ധ്യാനേരത്ത് പ്രധാന വാതിലിന് സമീപം വിളക്ക് തെളിയിക്കുന്ന പതിവുണ്ട്. ഇത് വെറും ആചാരമല്ല, ഇരുട്ടിനെ അകറ്റി പ്രകാശത്തെ സ്വാഗതം ചെയ്യുന്നതിൻ്റെ ഒരു പ്രതീകമാണത്. വാസ്തുശാസ്ത്രത്തിൽ പ്രകാശം പോസിറ്റീവ് ഊർജത്തിൻ്റെ പ്രതീകമായാണ് കണക്കാക്കപ്പെടുന്നത്. അതുകൊണ്ട് സന്ധ്യയ്ക്ക് വാതിൽപ്പടി ഇരുട്ടിലാകുന്നത് ദാരിദ്ര്യത്തിൻ്റെയും മന്ദഗതിയുടെയും സൂചനയായി ചിലർ കാണുന്നു. വാതിലിൽ ശുഭചിഹ്നങ്ങൾ സ്ഥാപിക്കുന്നതും പുരാതന കാലം മുതൽ നിലനിൽക്കുന്ന ഒരു ആചാരമാണ്. ഓം, സ്വസ്തിക ചിഹ്നം, ലക്ഷ്മി പാദചിഹ്നം എന്നിവ വീട്ടിലേക്ക് ദൈവിക സ്പന്ദനങ്ങൾ ആകർഷിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇത്തരം ചിഹ്നങ്ങൾ മനസ്സിൽ ആത്മവിശ്വാസവും അതുപോലെ തന്നെ മനസ്സിലൊരു വിശ്വാസവും സൃഷ്ടിക്കുന്നു. ചില വീടുകളിൽ പ്രധാന വാതിലിന് നേരെ കണ്ണാടി സ്ഥാപിച്ചിരിക്കുന്നത് കാണാം. എന്നാൽ വാസ്തുശാസ്ത്ര പ്രകാരം ഇത് ഒഴിവാക്കേണ്ടതാണ് എന്ന് പറയപ്പെടുന്നു. കാരണം വീട്ടിലേക്ക് വരുന്ന പോസിറ്റീവ് ഊർജം തിരിച്ചു പോകുമെന്നാണ് അതിൻ്റെ ഒരു വിശ്വാസം. മനഃശാസ്ത്രപരമായി നോക്കുമ്പോഴും വാതിൽ തുറക്കുമ്പോൾ ഉടൻ പ്രതിഫലനം കാണുന്നത് ചിലർക്ക് അസ്വസ്ഥത സൃഷ്ടിക്കാം. അടിപ്പടിക്കും വാസ്തുശാസ്ത്രത്തിൽ പ്രത്യേക സ്ഥാനമുണ്ട്. വീടിൻ്റെ ഉള്ളിലെ പോസിറ്റീവ് ഊർജ്ജം പുറത്തേക്ക് പോകാതെ നിലനിർത്താൻ അടിപ്പടി സഹായിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. തടി കൊണ്ടോ മാർബിൾ കൊണ്ടോ നിർമ്മിച്ച അടിപ്പടി സ്ഥിരതയുടെയും സുരക്ഷയുടെയും പ്രതീകമായി കണക്കാക്കപ്പെടുന്നു. വിശേഷ ദിവസങ്ങളിൽ വാതിൽപ്പടിയിൽ ചന്ദനവും കുങ്കുമവും ഉപയോഗിച്ച് തിലകം ചാർത്തുന്ന പതിവ് പല വീടുകളിലും ഇന്നും തുടരുന്നുണ്ട്. ഇത് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്തെ സ്വാഗതം ചെയ്യുന്നതിൻ്റെ പ്രതീകമായാണ് കാണപ്പെടുന്നത്. കൂടാതെ ഇത്തരത്തിലുള്ള ആചാരങ്ങൾ കുടുംബാംഗങ്ങളിൽ ആത്മീയ ബന്ധവും വളർത്തുന്നു. വീടിൻ്റെ പ്രധാന വാതിൽ ശുചിയായി സൂക്ഷിക്കുന്നത് വെറും ഐശ്വര്യത്തിനായല്ല, ആരോഗ്യത്തിനും നല്ലതാണ്. പൊടിയും അഴുക്കും നിറഞ്ഞ ഇടങ്ങൾ രോഗാണുക്കൾക്ക് വളരാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു. അതിനാൽ വാസ്തുശാസ്ത്രം പറയുന്ന പല നിർദ്ദേശങ്ങൾക്കും പ്രായോഗികമായ ഒരു വശവുമുണ്ട്. ഒരു പിച്ചളയോ ചെമ്പ് പാത്രത്തിലോ വെള്ളമെടുത്ത് അതിൽ മഞ്ഞളും തുളസിയും ചേർത്ത് വാതിൽപ്പടിയിൽ തളിക്കുന്ന ആചാരവും ചില വീടുകളിൽ കാണപ്പെടുന്നു. ഇത് നെഗറ്റീവ് ഊർജ്ജത്തെ നീക്കുകയും വീടിനെ സംരക്ഷിക്കുകയും ചെയ്യുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. മഞ്ഞളിനും തുളസിക്കും ഭാരതീയ സംസ്കാരത്തിൽ ശുദ്ധിയുടെ പ്രതീകമായ സ്ഥാനമുണ്ട്.
വാസ്തുശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനം സന്ദേശം എന്നത് മനുഷ്യനും വീടും തമ്മിലുള്ള ആത്മബന്ധമാണ്. ഒരു വീടിനെ ആദരവോടെ പരിപാലിക്കുമ്പോൾ അതിലൂടെ അവിടെ താമസിക്കുന്നവരുടെ മനസ്സിനും സമാധാനവും ആത്മവിശ്വാസവും വർദ്ധിക്കുന്നു. പ്രധാന വാതിൽ അതിൻ്റെ കേന്ദ്ര ബിന്ദുവാണ്. അതുകൊണ്ട് തന്നെ വീടിൻ്റെ പ്രവേശന കവാടം എപ്പോഴും ശുചിത്വവും പ്രകാശവും പോസിറ്റീവ് സ്പന്ദനങ്ങളും നിറഞ്ഞതായിരിക്കണം. കാരണം സമ്പത്തും സന്തോഷവും അനുഗ്രഹങ്ങളും കടന്നു വരുന്ന ആദ്യ പാത അതുതന്നെയാണെന്ന് വാസ്തുശാസ്ത്രം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അവസാനമായി നിങ്ങളോട് പറയാനുള്ളത്, ഒരു വീടിൻ്റെ പ്രധാന വാതിൽ വെറും പ്രവേശന കവാടം മാത്രമല്ല, ആ വീടിൻ്റെ ആത്മാവിലേക്ക് കടന്നു വരുന്ന ആദ്യ പാതയാണ് എന്ന് വാസ്തുശാസ്ത്രം നമ്മെ പഠിപ്പിക്കുന്നു. വീടിൻ്റെ ഐശ്വര്യം, സമാധാനം, സന്തോഷം, കുടുംബ ഐക്യം എന്നിവയെല്ലാം ഈ പ്രവേശന കവാടത്തിൻ്റെ അന്തരീക്ഷവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന വിശ്വാസമാണ് ഭാരതീയ പാരമ്പര്യത്തിൻ്റെ അടിസ്ഥാനം. വാതിൽപ്പടിയിലെ ശുചിത്വം, പ്രകാശം, ശുഭചിഹ്നങ്ങൾ, ക്രമീകരണം, ആത്മീയ ആചാരങ്ങൾ എന്നിവ മനുഷ്യൻ്റെ മനസ്സിൽ പോസിറ്റീവ് സ്വാധീനം സൃഷ്ടിക്കുന്നു. ഒരു വീട് എത്ര വലിയതാണെന്നതല്ല പ്രാധാന്യം, അവിടെ എത്ര സമാധാനവും സ്നേഹവും നിറഞ്ഞിരിക്കുന്നു എന്നതാണ് യഥാർത്ഥ ഐശ്വര്യം. പ്രധാന വാതിലിൽ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് വീട്ടിലെ അന്തരീക്ഷത്തിൽ വലിയ വ്യത്യാസം സൃഷ്ടിക്കാമെന്ന് വാസ്തുശാസ്ത്രം സൂചിപ്പിക്കുന്നു. ശുചിത്വം, ക്രമം, പ്രകാശം, ആത്മീയത, ഈ 4 ഘടകങ്ങൾ ഒരുമിച്ച് ചേരുമ്പോൾ ഒരു വീട് വെറും താമസ സ്ഥലമല്ലാതെ സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു അഭയ കേന്ദ്രമായി മാറുന്നു. അതുകൊണ്ട് തന്നെ വീടിൻ്റെ പ്രധാന വാതിലിനെ ആദരവോടെയും കരുതലോടെയും പരിപാലിക്കുന്നത് വെറുമൊരു ആചാരമല്ല, ജീവിതത്തെ കൂടുതൽ പോസിറ്റീവും സന്തോഷകരവുമായി മാറ്റാനുള്ള ഒരു മനോഹരമായ സമീപനമാണ്. വീടിൻ്റെ കവാടം ശുദ്ധവും പ്രകാശമുള്ളതുമായിരിക്കുമ്പോൾ അവിടെ താമസിക്കുന്നവരുടെ മനസ്സിലും പ്രത്യാശയും സമാധാനവും വളരും. അതാണ് യഥാർത്ഥ ഐശ്വര്യത്തിൻ്റെ തുടക്കം. ഇത്രയുമാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ എനിക്ക് നിങ്ങളുമായി പങ്കുവയ്ക്കുവാനുള്ളത്. ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തുക. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവരിലേക്ക് ഈ അറിവ് പങ്കുവയ്ക്കുവാനായി വീഡിയോ ഷെയർ ചെയ്യുക. എല്ലാവരുടെയും ജീവിതത്തിൽ ഐശ്വര്യവും സമാധാനവും സമ്പത്തും സമൃദ്ധിയും എന്നെന്നും നിറഞ്ഞു നിൽക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്തൊരു ഉപയോഗപ്രദമായിട്ടുള്ള വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.